ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിലേക്ക് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഏതളവിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 3 അപ്പത്തിന് നമുക്ക് 3 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. സവാളയുടെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി അരിഞ്ഞതും ചേർക്കാം കേട്ടോ. ഞാനിവിടെ സവാള മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി, അതുപോലെ ക്യാരറ്റ് അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ അരിയാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്, എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പച്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാലപ്പത്തിൻ്റെ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പത്തിൻ്റെ മാവൊക്കെ ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു തവി മാവ് ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 അപ്പത്തിന് വേണ്ടിയിട്ട് 3 കോഴിമുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം മുട്ടയുടെ അളവൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അളന്നിട്ടൊന്നല്ല ഒഴിച്ചിട്ടുള്ള കേട്ടോ. ഏകദേശം അപ്പത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു നടുഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ തീയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ മുട്ട വേവാനുള്ളൊരു സമയം വെക്കുക. സാധാരണ അപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും ആ ഒരു സമയം കൊണ്ട് തന്നെ മുട്ട നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ മുട്ട വെന്തിട്ടുണ്ട്. ഉൾഭാഗം കുറച്ച് വേവാനുണ്ടാവും. നമ്മൾ തിരിച്ചിടുമ്പോൾ റെഡി ആയിക്കോളും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ബട്ടറിൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിടുന്നുണ്ട്. തിരിച്ചിടുന്ന സമയത്ത് ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ തിരിച്ചിട്ടിട്ട് കുറച്ച് സമയം മാത്രം വെച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.